نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما أولئك يجزون الغرفة بما صبروا ويلقون فيها تحية وسلاما خالدين فيها حسنة مستقرا ومقاما قل ما يأبأ بكم ربي لولا دعاؤكم فقد كذبتم فسوف يكون لزاما صدق الله العلي العظيم അള്ളാഹുവിൻ്റെ ദീനിലെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുറുകെ പിടിച്ച് തഖ്വയോടുകൂടി ജീവിക്കുകയും മനുഷ്യൻ ലക്ഷ്യമാക്കേണ്ട ഏറ്റവും വലിയ ഉയർന്ന പദവി സ്വർഗത്തിലെ മഹോന്നതമായ ജന്നാത്തുൽ ഫിർദൗസ്, അത് നേടിയെടുക്കുന്ന കാര്യത്തിൽ സകല കാര്യങ്ങളിലും തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്നും ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകനോടൊപ്പവും സലഫ് സാലിഹുകളോടും മഹാന്മാരായ ആളുകളോടുമൊക്കെ ഒപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ച വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ ആയുധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്നാണ് എന്ന് ഇസ്ലാം ഈമാൻ കാര്യങ്ങൾ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് പഠിപ്പിച്ച കാര്യമാണ്. ഏതെങ്കിലും ഷർറിനെ അത് സമുദായത്തിനോ വ്യക്തിക്കോ കുടുംബത്തിനോ സംഘടനകൾക്കോ ആർക്കാണെങ്കിലും തടുക്കണമെങ്കിൽ ഒരേ ഒരു ആയുധം മാത്രമാണ് വിശ്വാസി സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിരിക്കുന്നത്. അത് കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. പ്രവാചകൻ ഇത് പ്രഖ്യാപിക്കുകയുണ്ടായി. ലാ യറുദ്ദുൽ ഖളാഉ ഇല്ലാ ബിദ്ദുആ. അല്ലാഹുവിന്റെ ഖളാഇനെ, അല്ലാഹുവിന്റെ വിധിയെ തടുക്കുക സാധ്യമേ അല്ല പ്രാർത്ഥന കൊണ്ടല്ലാതെ. അള്ളാഹുവിനോട് തന്നെയുള്ള പ്രാർത്ഥന കൊണ്ട് ഏത് വിധിയെയും തടുക്കാൻ സാധിക്കും എന്നും അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാള് യഥാവിധം അള്ളാഹു പറഞ്ഞത് പ്രകാരം പ്രാർത്ഥന കയ്യിലെടുക്കാൻ ഒരാൾക്ക് സാധ്യമല്ലാതെ പോയാൽ, ഒരു സംഘത്തിനോ സമൂഹത്തിനോ വ്യക്തിക്കോ കുടുംബത്തിനോ സാധ്യമല്ലാതെ പോയി കഴിഞ്ഞാൽ
അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞിരിക്കുന്നത് സൃഷ്ടിപ്പ് തന്നെ നഷ്ടപ്പെട്ടു പോയി, ആ മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ വൃഥാവിലായി പോയി എന്നാണ്. അതുകൊണ്ട് സൃഷ്ടിപ്പ് നിരർത്ഥകമാകുന്ന വിധം പ്രാർത്ഥന വഴിതെറ്റപ്പെട്ട ഒരു സമൂഹത്തിലല്ല ഞാനുള്ളത്, ഞാനും എൻ്റെ കുടുംബവും ഉള്ളത് എന്ന് ഉറപ്പുവരുത്തുവാൻ, അല്ലെങ്കിൽ അത്തരമൊരു സംഘത്തിലല്ല ഞാനും എൻ്റെ മക്കളും കുടുംബവും ഉള്ളത് എന്ന് ഉറപ്പുവരുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇത് അല്ലാഹു സുബ്ഹാനഹു തആല ഇബാദുർ റഹ്മാൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട റഹ്മാന്റെ അടിമകൾ അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഖുതുബയുടെ മുഖദ്ദിമയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിയത്. അവരൊരു വിഭാഗം ആളുകളാണ്. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളാലും സന്താനങ്ങളാലും ഞങ്ങൾക്ക് കൺകുളിർമ നൽകുകയും ഞങ്ങളെ നീ തഖ്വയുള്ള ഒരു വിഭാഗത്തിന് നേതാക്കന്മാരാക്കി മാറ്റുകയും ചെയ്യണമേ എന്നാണ്. പ്രവാചകനും സഹാബികളും ഈ ദൗത്യമാണ് നിർവഹിച്ചത്. മക്കയിൽ പ്രവാചകൻ വന്നപ്പോ ആരും മുസ്ലിങ്ങളായിട്ടില്ലായിരുന്നു. പിന്നീട് അങ്ങനെ വരികയാണ്. നല്ല തഖ്വാബോധമുള്ള ആളുകളെ ഒക്കെ പ്രവാചകൻ ശേഖരിച്ചു. എന്നാൽ അത്ര തഖ്വാബോധം ഇല്ലാത്തവർ അതിനെ നിരാകരിക്കുകയും അതിന്റെ എതിരാളികളായി മാറുകയും ചെയ്തു. അള്ളാഹുവിന്റെ കൽപ്പനയുടെ കാര്യത്തിൽ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ, നിഷേധികളുടെ കൂട്ടത്തിലൊക്കെ അവരൊന്നും മുശ്രിക്കുകളാണോ കാഫിറുകളാണോ നമുക്ക് അറിയുക പോലും. കാഫിർ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ സത്യം ഇന്നതാണെന്ന് മനസ്സിലാക്കി നിഷേധിച്ചാൽ മാത്രമേ ഒരാൾ കാഫിറാവുകയുള്ളൂ. അല്ലാതെ സമുദായത്തിന് പുറത്തുള്ളവരൊക്കെ കാഫിറാണെന്ന് വിചാരിച്ചവൻ അത് ഇസ്ലാമിന് പുറത്താണ് അയാൾ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ. കാരണം ജന്മമാണ് ദീനിന്റെ അടിസ്ഥാനമെന്ന് അയാൾ തെറ്റിദ്ധരിച്ചു. അങ്ങനെയുള്ള ആളുകളെ, ജൂത ക്രൈസ്തവ സമൂഹത്തെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. ജന്മം കൊണ്ട് കിട്ടുന്നതല്ല ആദർശം. നൂഹ് നബിയുടെ മകന് കിട്ടിയിട്ടില്ല, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പിതാവിന് കിട്ടിയിട്ടില്ല, അബൂ താലിബിന് കൊടുക്കാൻ പ്രവാചകന് പോലും സാധിച്ചിട്ടില്ല. അതുപോലെ ഒരുപാട് ആളുകൾക്ക്, എന്നാൽ ഫറോവയുടെ ഭാര്യയ്ക്ക് അത് കിട്ടിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നല്ല തഖ്വാബോധമുള്ള ആളുകൾ ഏത് സമൂഹത്തിലും ഏത് വിഭാഗത്തിലും ഉണ്ടാവും. അത്തരമുള്ള ആളുകളെ ശേഖരിച്ച്, കുടുംബത്തിലും അല്ലാത്തതുമൊക്കെ ശേഖരിച്ചിട്ട് അങ്ങനെയുള്ള തഖ്വാബോധമുള്ള ആളുകളുടെ ലീഡർഷിപ്പ് നൽകണം. പ്രവാചകൻ അതാണ് ചെയ്തത്. ആ സമൂഹത്തില് മുശ്രിക്കുകളായ കള്ളും അതുപോലെ വ്യഭിചാരവും ചൂതുവാട്ടവും തോന്നിവാസവും ഒക്കെ ഉള്ള ഒരു സമൂഹത്തിൽ നിന്ന് നല്ല സൂക്ഷ്മതാബോധമുള്ള, സത്യം പറഞ്ഞാൽ കേൾക്കുവാനും മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും സാധ്യതയുള്ള ആളുകളെ കൂട്ടിച്ചേർത്തിട്ട് ആ രാജ്യത്തിന്, ലോകക്രമത്തിന് വരെ ലീഡർഷിപ്പ് കൊടുത്തു പ്രവാചകൻ. ഇതൊരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയായിരിക്കണം. വജഅൽനാലിൽ മുത്തഖീന ഇമാമ. തഖ്വ ബോധമുള്ള ആളുകളുടെ ലീഡർഷിപ്പിലേക്ക് ഞങ്ങളെ നീ ഉയർത്തിത്തരണേ, കൊണ്ടുവരണേ എന്നാണ് വിശുദ്ധ ഖുർആൻ ഇബാദുർ റഹ്മാന്റെ പ്രാർത്ഥനയായിട്ട് അള്ളാഹു നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ വരുന്നു, അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ച് ലക്ഷ്യബോധത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് വരുന്നുവെങ്കിൽ ഉലൈക യുജ്സൗനൽ ഉർഫത ബിമാ സബറു വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമ. ഇവരാകുന്നു തങ്ങളുടെ സഹനത്തിന്റെ ഫലമായി ഉന്നത സൗധം പ്രാപിക്കുന്നവർ. നാളെ പരലോകത്ത്, ഇഹലോകത്തും ഉന്നതമായ അവസ്ഥയിൽ അവരെത്തും. നാളെ പരലോകത്ത് അവർക്ക് പ്രാപിക്കുവാനുള്ള ശാശ്വതമായ ലോകത്ത് ഉന്നതമായ സ്വർഗമാണ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഒരുക്കി വെച്ചിരിക്കുന്നത്. മാത്രമല്ല, അഭിവാദനങ്ങളോടെ, ഉപചാരങ്ങളോടെ അവർ അതിലേക്ക് സ്വാഗതം ചെയ്യപ്പെടുകയും ചെയ്യും, ആ സ്വർഗത്തിലേക്ക്. ഈ അർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന ഇബാദുർ റഹ്മാൻ നോക്കൂ നിങ്ങൾ എങ്ങനെ. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഖാലിദീന ഫീഹാ ഹസനത്ത് മുസ്തഖറൻ വ മുഖാമ. അവരാവട്ടെ അവിടെ എന്നെന്നും വസിക്കുകയും ചെയ്യും. എന്തുമാത്രം ശ്രേഷ്ഠമായ പാർപ്പിടം! ഈ പ്രാർത്ഥന നിർവഹിക്കുന്ന, ഈ ലീഡർഷിപ്പിലേക്ക് കടന്നു വരുന്ന കുട്ടികളും കുടുംബങ്ങളും ഉൾപ്പെടെ കടന്നു വരുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്ന എത്ര അനുഗ്രഹീതമായ പാർപ്പിടമാണ് അള്ളാഹു അവർക്ക് വേണ്ടി ശാശ്വതമായ ലോകത്ത് ഒരിക്കലും അവസാനിക്കാത്ത, ഇച്ഛിക്കുന്നതൊക്കെ സാധിക്കുന്ന, ആഗ്രഹിക്കുന്നതൊക്കെ തങ്ങളുടേതായി മാറ്റുന്ന ഒരു അതിമഹത്തായ അനുഗ്രഹത്തിന്റെ പാർപ്പിടം എത്ര മഹോന്നതമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു,
ഈ പ്രാർത്ഥനയിൽ നിന്ന് ലക്ഷ്യബോധത്തോടെയുള്ള ഈ പ്രാർത്ഥനയിൽ നിന്ന് മുഖം തിരിച്ചു പോയാൽ, അങ്ങനെ ഒരു ലക്ഷ്യബോധം ഇല്ലാതെ അറിയാത്തതിന്റെ പേരിലോ അറിഞ്ഞോ അത് നിരാകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ ഇല്ല എങ്കിൽ നിങ്ങൾ അവരെ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ അങ്ങനെ അവനോട് പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ എന്റെ റബ്ബിന് നിങ്ങളെ കൊണ്ട് എന്താവശ്യം? എന്താ നിങ്ങളെ കൊണ്ടൊരു കാര്യം? അള്ളാഹുവിന് അങ്ങനെ കുറെ സൃഷ്ടികളുണ്ട്. ഇവിടെ ഈ ഭൂമുഖത്തുള്ള ഒരുപാട് സൃഷ്ടികളുണ്ട്, ജീവജാലങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു ജീവജാലമായി ചത്തൊടുങ്ങി പോവാൻ, മരിച്ചൊടുങ്ങി പോവാനല്ലാതെ നിങ്ങളുടെ സൃഷ്ടിപ്പ് കൊണ്ട് എന്താണ് കാര്യമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അദ്ദുആഉ ശിലാഉൽ മുഅ്മിൻ, മുഅ്മിനിന്റെ ആയുധമാണ് പ്രാർത്ഥന, ആയുധമാണ്. അവരെല്ലാത്തിനെയും അതിജയിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കയ്യിൽ ഏൽപ്പിച്ച ഒരു മഹാസംഗതിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. മാത്രമല്ല അദ്ദുആഉ മുഖുൽ ഇബാദ, അതാണ് മജ്ജ എന്നും പറഞ്ഞിട്ടുണ്ട്. മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു അദ്ദുആഉ ഹുവൽ ഇബാദ, അത് തന്നെയാണ് ഇബാദത്ത് എന്ന് വരെ പറഞ്ഞ ഈ മജ്ജയും ഏറ്റവും പ്രധാനപ്പെട്ട ആ ലക്ഷ്യബോധമില്ലാത്ത ഒരവസ്ഥ അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് നിങ്ങളെ കൊണ്ട് എന്ത് കാര്യം അല്ലാഹുവിന് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. മാത്രമല്ല ഫഖദ് കസ്സബതും ഫസൗഫ യകൂനു ലിസാമ, നിങ്ങളുടെ ഈ നിഷേധമുണ്ടല്ലോ അത് കാരണം മോചനമില്ലാത്ത ദൈവിക ശിക്ഷ അടുത്ത് തന്നെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു. അപ്പൊ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ലക്ഷ്യബോധത്തോടു കൂടി ലീഡർഷിപ്പിന് വേണ്ടി തന്നെ ആണും പെണ്ണും കഴിവ് കുറഞ്ഞവനാണ് എങ്കിലും ഈ സമൂഹത്തിന്, ഈ സമുദായത്തിന്, അല്ലെങ്കിൽ ഈ പ്രവാചക ദൗത്യം നിർവഹിക്കുന്ന സംഘത്തിന് അതിന് ഏറ്റവും ഉയർന്ന നേതൃത്വം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അങ്ങനെ ലീഡർഷിപ്പ് നേടാൻ വേണ്ടിയിട്ടാണ് പ്രവാചകനെ അയച്ചു തന്നത് എന്നും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. മുശ്രിക്കുകൾക്ക് എത്ര അരോചകമാണ് എങ്കിലും എല്ലാ ദീനിന്റെയും മുകളിൽ, സകല ദീനുകളുടെയും മുകളിൽ ഇതിന്റെ ലീഡർഷിപ്പ് ഇൽഹാർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ അല്ലാഹു പ്രവാചകന്മാരെ നിങ്ങൾക്ക് അയച്ചു തന്നിരിക്കുന്നത്. ആ പ്രവാചകന്മാർ എന്തിനയച്ചോ അങ്ങനെ ഒരു ലക്ഷ്യബോധം ഇല്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ ഞാനതിൽ പെട്ടവനല്ല എന്ന് ഉറപ്പുവരുത്തുവാൻ എനിക്കും നിങ്ങൾക്കും കുടുംബത്തോടു കൂടി തന്നെ സാധിക്കേണ്ടതുണ്ട്. ഇന്ന് നോക്കും നിങ്ങൾ, ലോകതലത്തിൽ ഇത്തരം പ്രാർത്ഥനയിൽ നിന്ന് തടയപ്പെടുകയാണ്, ബോധപൂർവമോ അല്ലാതെയോ. ലോകതലത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പ്രാർത്ഥനകളുടെ നിബന്ധനകളൊക്കെ ലംഘിക്കപ്പെട്ട രീതിയിലുള്ള പ്രാർത്ഥനകളാണ് ഇന്ന് പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുവഴി എന്ത് സംഭവിക്കുന്നു? പ്രാർത്ഥന വഴി പോലും നിന്ദ്യതയാണ് വരുന്നത്. പ്രാർത്ഥന വഴി പോലും നിന്ദ്യതയാണ്. അങ്ങനെയുണ്ട് ഒരു കാര്യം, നമസ്കാരം കൃത്യമായി ചെയ്തിട്ടില്ലെങ്കിൽ നാശമെന്ന് പറഞ്ഞല്ലോ. അതേപോലെ നമസ്കാരത്തില് അതേപോലെ തന്നെ പ്രാർത്ഥന കൃത്യമായി അതിന്റെ രീതിയിലല്ല ചെയ്യുന്നത് എങ്കിൽ അതുവഴി എന്ത് സംഭവിക്കും? വളരെയധികം മോശപ്പെട്ട നിന്ദ്യമായ ഒരു അവസ്ഥയായിരിക്കും വന്ന് പതിക്കുക. അതുകൊണ്ട് ആ ഇബാദുർ റഹ്മാനിലേക്ക് നമ്മൾ കടന്നു വരണം. എന്നിട്ട് അടിസ്ഥാനം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഈ സമൂഹത്തെ, സ്വന്തത്തെയും കുടുംബത്തെയും ഈ സമൂഹത്തെയും തിരിച്ചു പിടിക്കുവാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്ന് ഇബാദത്തില്ലാത്ത ഇസ്തിആദത്താണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇബാദത്ത് നഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അബ്ദിയത്ത് ആദ്യം അംഗീകരിക്കണം. ഇത് അല്ലാഹുവിൻ്റെതാണ്. കമ്മ്യൂണിസം പറയുന്നു ഇത് തൊഴിലാളികളുടേതാണ്, മുതലാളിത്തം പറയുന്നു മുതലാളികളുടേതാണ്, ഇസ്ലാം പറയുന്നു റബ്ബുൽ ആലമീനായ തമ്പുരാന്റേതാണ്. എല്ലാം സകലതും ഇത് അംഗീകരിച്ചിട്ടുണ്ടോ പ്രാർത്ഥിക്കുന്നവൻ? റബ്ബുൽ ആലമീനായ തമ്പുരാന്റേത് എന്നിട്ട് തോന്നിയതുപോലെ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മനസ്സാ വാച കർമ്മണ അംഗീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. നിങ്ങളുടേതാണ് ഒരു കടയെങ്കിൽ, നിങ്ങളുടേതാണ് ഒരു ഷോപ്പിംഗ് മാളെങ്കിൽ അതെന്ത് ചെയ്യണം? നിങ്ങളുടെ നിയമാവലി അനുസരിച്ചാണ് അത് നടപ്പാക്കേണ്ടത്. സംഗതി ഇന്ന ആളുടേതൊക്കെ തന്നെയാണ് എന്നിട്ട് പറഞ്ഞ് തോന്നിയതുപോലെ അത് നടപ്പാക്കി കഴിഞ്ഞാൽ കഠിനമായ ശിക്ഷയാണ് അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ഇടയിൽ നമസ്കരിച്ചു എന്നതുകൊണ്ടോ അല്ലെങ്കിൽ നോമ്പ് നോറ്റു പ്രാർത്ഥിച്ചു എന്നതുകൊണ്ടൊന്നും ആ ശിക്ഷയിൽ നിന്ന് അവർ ഉപേക്ഷിക്കപ്പെടുകയില്ല. കാരണം എന്താണ്? ഇത് അംഗീകരിക്കണം ആദ്യം. ഇതാരുടേതാണ് എന്ന് അംഗീകരിച്ച് അതിന്റെ അവന് കീഴ്പ്പെടാത്തവന്റെ പ്രാർത്ഥന യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന തർത്തീബ് അല്ലാഹു പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അബ്ദിയത്ത് അല്ലാഹുവിനാണ്. അപ്പോഴാണ് ഇസ്തിആദത്ത് അല്ലാഹുവിന്റെ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. പക്ഷേ അബ്ദിയത്ത് പലർക്കും കൊടുത്തുകൊണ്ട്, അതുകൊണ്ടാണ് അടിമത്തത്തിലും അനുസരണയും മേഖലയിൽ ശിർക്ക് സംഭവിക്കുന്ന പ്രാർത്ഥനകളാണ് പലപ്പോഴും ഇന്ന് സമൂഹത്തിൽ നിന്ന് ആകാശലോകത്തേക്ക് അല്ലാഹുവിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് അല്ലാഹു പൊറുക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ
വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാലയങ്ങളും ആരുടെ കയ്യിലാണ്? പ്രാർത്ഥനാലയങ്ങൾ ക്രിസ്ത്യാനികളുടേതാവട്ടെ, ഹൈന്ദവരുടേതാവട്ടെ, മുസ്ലിം സമുദായത്തിൻ്റെതാവട്ടെ, പ്രാർത്ഥനാലയങ്ങൾ ആരുടെ കയ്യിലാണെന്ന് ഉള്ളത്? യഥാർത്ഥ വിശ്വാസി അള്ളാഹുവിനെ പരിപൂർണമായി വിധേയപ്പെട്ട ആളുകളുടെ കയ്യിലില്ല എന്നതാണ്. വളരെ അപൂർവം പള്ളികൾ അവരുണ്ടാക്കിയെടുക്കണം, ആ സമൂഹം ഉണ്ടാക്കിയെടുക്കണം. ബാക്കി പള്ളികളൊക്കെ എന്താണ്? അവിടെയൊന്നും വർത്തമാനം പറഞ്ഞ് പലപ്പോഴും ചർച്ചിലും അതേപോലെ അമ്പലത്തിലും ഒക്കെ പാടില്ലാത്തതുപോലെ ഇത്തരം വർത്തമാനങ്ങൾ പറഞ്ഞ് ചെല്ലാൻ പറ്റാത്ത അവസ്ഥയുണ്ട് എങ്കിൽ അവിടെ നടക്കുന്ന പ്രാർത്ഥന ഈ ആശയത്തിന് പ്രസക്തിയില്ലാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു ഇലാഹുമില്ല. അത് പള്ളിക്കാര്യത്തിലുമില്ല, അമ്പലകാര്യത്തിലുമില്ല, ലോകത്തുള്ള ഒരു വിഷയത്തിലുമില്ല ഒരു ഇലാഹും. നമുക്കതാ അവരോടും പറയാനുള്ളത്. ചർച്ചിലെ ആളുകളോട് അതാണ് പറയാനുള്ളത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ സമൂഹത്തോട് മുഴുവനും ഇലാഹ് അവൻ. കാരണം ആ അമ്പലവും ചർച്ചും ഒക്കെ അവന്റെ പൂജാരി ഉൾപ്പെടെ വരുന്നതിന് മുമ്പ് ഈ ലോകത്തുള്ളതാ. ഇവൻ പോയാലും ഇവിടെ നിലനിൽക്കുന്നതാ. അവന്റെ പൂർവിക ആരുടേതാണോ അവന്റേതാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആള് പള്ളിയിൽ പോയി പോലും ഇത്തരം ആശയം പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് എങ്കിൽ അവിടെ നടക്കുന്ന പ്രാർത്ഥനകളുടെ അർത്ഥം എന്തായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനാലയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഹറമില് പോലും ഏറ്റവും വലിയ കേന്ദ്രമാണല്ലോ പ്രാർത്ഥനാലയത്തിന്റെ കേന്ദ്രം. അവിടെ ഇന്ന് യസീദിന്റെ ഇസ്ലാമാണോ കൊണ്ട് നടക്കുന്നത്? നേരെ മറിച്ച് ഹുസൈൻ അള്ളാൻ, കർബലയിൽ രക്തസാക്ഷിയായ ഹുസൈൻ അള്ളാനുവിന്റെ ഇസ്ലാമാണോ കൊണ്ട് നടക്കുന്നത്? ഹുസൈൻ അള്ളാനു രാജാധിപത്യത്തിലേക്ക് വഴിമാറിയപ്പോ അതിനെതിരെ ഇറങ്ങി പുറപ്പെട്ടവനാ. ഏകാധിപത്യത്തിലേക്കും സ്വേച്ഛാധിപത്യത്തിലേക്കും വഴിതിരിഞ്ഞപ്പോ നമസ്കരിച്ചുകൊണ്ടും നോമ്പ് തോറ്റുകൊണ്ടും കിതാബും ഖുർആനൊക്കെ ഓതിക്കൊണ്ട് ഇത്തരം ആധിപത്യം ഖിലാഫത്തിൽ നിന്ന് മാറി മുലൂക്കിയത്തിലേക്ക് കൊണ്ടുപോകുമ്പോ അതിനെതിരെ വന്ന ഹുസൈൻ അള്ളാനുവിന്റെ തലയെടുത്ത യസീദിന്റെ കൂടെയാണോ ഇന്ന് മക്ക ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഉള്ളത്? നേരെ മറിച്ച് അതിനെതിരെ ശക്തമായി വന്ന പ്രവാചകന്റെ പേരക്കിടാവ് പൊന്നോമന പുത്രൻ ഹുസൈൻ അള്ളാനുവിന്റെ കൂടെയാണോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് ചില ദൗത്യങ്ങൾ നിർവഹിക്കുവാനുണ്ട് എന്ന് ഈ യാഥാർത്ഥ്യം നമ്മളെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ ആശയത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് അത് കൊണ്ടുവന്നാൽ വിജയിക്കുമെന്നതിന്റെ തെളിവാണ് കേരളത്തിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം ആശയങ്ങളെ കൂട്ടുകൂടിയാൽ അപകടമാണ് എന്ന് പറയുന്ന ആശയമല്ല അത്. അങ്ങനെ ഒരു ആശയം നിങ്ങൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുല്ല് വില ഉണ്ടാവുകയില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ഇലക്ഷൻ തെരഞ്ഞെടുപ്പും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് പറയുന്ന ഇഖാമത്തുദ്ദീൻ ഹുക്കൂമത്തെ ഇലാഹി എന്നൊക്കെ പറയുന്നവൻ, അത്തരം ആശയങ്ങളൊക്കെ കൊണ്ടുവരുന്നവൻ തീവ്രവാദിയാണ്, ഭീകരവാദിയാണെന്ന് പറയുമ്പോ അല്ല കൂട്ടരെ, അല്ല. അവരോട് ധൈര്യസമേതം അവരെ ചേർക്കാൻ പറ്റും, കൂടെ ചേർക്കാൻ പറ്റും എന്ന് പറയുന്ന അത്തരം ആളുകൾക്ക്, വിഭാഗങ്ങൾക്ക് ശക്തി കിട്ടുന്നെങ്കിൽ അതിൽ പ്രതീക്ഷ അർപ്പിക്കുവാനും അതിനെ പിന്തുണക്കുവാനും എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ എത്രത്തോളം എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ പ്രാർത്ഥനയ്ക്കിടയിൽ ഒരുപാട് ആളുകൾ കയറിക്കൂടിയിരിക്കുന്നു. രാഷ്ട്രീയ മേഖലയിലും സാമൂഹിക മേഖലയിലും സാമ്പത്തിക മേഖലയിലൊക്കെ തടയുന്ന അവസ്ഥ, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ വരെ എത്തിപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഇതിന്റെയൊക്കെ കാരണം എന്താണ്? ഈ മർമ്മത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോകുന്നവയാണ്. നോക്കൂ, നിങ്ങൾ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ നിബന്ധന അള്ളാഹു സുബ്ഹാനഹു വ തആല, പ്രാർത്ഥന എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ ഏറ്റവും വലിയ ആയുധം, ആ ആയുധം വിജയിക്കണമെങ്കിൽ, അത് ലക്ഷ്യത്തിലെത്തണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത് പറഞ്ഞ നിബന്ധന എന്താണ്? സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ ആയത്തിൽ നമുക്കിത് കാണാൻ സാധിക്കും. നോമ്പ് പറഞ്ഞ ഉടനെ, നോമ്പ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാനിലേക്കാണ് നമ്മൾ ഇനി വരാനിരിക്കുന്നത്. ഉടനെ തന്നെ നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ റമദാനും അതിന്റെ മഹത്വവും പ്രാധാന്യവും ഒക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബു ലീ വൽയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. അതായത് വിളിക്കുന്നവൻ എന്നെ വിളിക്ക്, ആ വിളി കേട്ട് ഞാൻ ഉത്തരം ചെയ്യും. എന്റെ ഇബാദുകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ അവരോട് പറയാൻ, അവരുടെ ഖണ്ഡനാടിയേക്കാളും അടുത്ത് ഞാനുണ്ട്, അവരുടെ ചാരത്ത് തന്നെ ഞാനുണ്ട്. എന്നെ വിളിക്കുന്നവൻ, ആരെങ്കിലും വിളിക്കുന്നവൻ എന്നെ വിളിക്കുകയാണ് എങ്കിൽ ഞാൻ അവന്റെ വിളിക്ക് ഉത്തരം ചെയ്യും. അതിനാൽ അവർ എന്ത് ചെയ്യട്ടെ? ഉത്തരം ചെയ്യണമെങ്കിൽ, ആ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ, അവൻ ആ വിളിക്ക് ഉത്തരം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യട്ടെ? എന്നിൽ വിശ്വസിക്കുകയും അതേപോലെ അവർ എന്റെ വിളിക്ക് ഉത്തരം ചെയ്യുകയും ചെയ്യട്ടെ എന്നാ. എന്റെ വിളിക്ക് ഉത്തരം ചെയ്യണം. ആദ്യം എനിക്കുത്തരം ചെയ്യണം. എന്നിൽ അടിയുറച്ച ഈമാൻ ഉൾക്കൊള്ളണം. എന്നിട്ടാ ചോദിച്ചത് കൊണ്ടേ ഫലമുള്ളൂ. ഈ ഈമാന്റെയും ഈ വിളിക്കുത്തരം ചെയ്യുന്നതിന്റെയും കാര്യത്തിൽ നിബന്ധനയുണ്ട്. എന്തൊക്കെയാണ് ഉത്തരം ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അത് പഠിച്ചെടുത്ത് ആ രീതിയിൽ ഉത്തരം ചെയ്യണമെന്നാണ്. പക്ഷേ അധിക ജനങ്ങളും ആ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ടല്ല പ്രാർത്ഥിക്കുക.
ആ വിളിയോട് മുഖം തിരിഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുക എന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ പറഞ്ഞത്, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അധിക ജനങ്ങളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല, ശിർക്ക് ചെയ്യുന്നവരായിക്കൊണ്ടിരിക്കെ, അല്ലാതെ ശിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മാത്രമല്ല നമസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രാർത്ഥന സ്വീകരിക്കണം. നമസ്കരിക്കാത്തവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയില്ല. എത്ര ആളാണ് ഇന്ന് നമസ്കരിക്കാതെ, നമസ്കാരം കൃത്യപ്പെടുത്താതെ, ജം എന്താണെന്ന് അറിയില്ല, കസർ എന്താണെന്ന് അറിയില്ല, അതേപോലെ യാത്രയിലുള്ള നമസ്കാരം എന്താണെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതേപോലെ തോന്നിയതുപോലെ നമസ്കരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഈ സമൂഹത്തെ മാറ്റണം. ഞാനും നിങ്ങളും അതിന് ഇറങ്ങി വന്ന് പണിയെടുക്കണം. ആരെയും വിമർശിച്ചുകൊണ്ടല്ല പറയുന്നത്. നമുക്ക് അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ പരിസരത്തുണ്ടോ, കുടുംബത്തിലുണ്ടോ എങ്കിൽ ആ നമസ്കരിക്കാത്തവൻ എത്ര പ്രാർത്ഥിച്ചാലും അള്ളാഹു അവൻ ഉത്തരം ചെയ്യുകയില്ല. ഫലാ സ്വദ്ദഖ വലാ സ്വല്ല. അവർ സത്യം സ്വീകരിച്ചില്ല. കാരണം എന്താണ്? അവർ നമസ്കരിച്ചില്ല. വലാകിൻ കദ്ദബ വതവല്ല. പ്രത്യുത അവർ കളവാക്കുകയും പിന്തിരിയുകയും ചെയ്തവരാണ്. അവർ കളവാക്കിയവരാണ് നമസ്കരിക്കാത്തവൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, ആ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ നിർബന്ധമായും എന്റെ കുടുംബം, എന്റെ മക്കളുമൊക്കെ ആ അർത്ഥത്തിൽ അത് ഉറപ്പുവരുത്തുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അതാണ് എന്റെ വിളിക്ക് അവർ ഉത്തരം ചെയ്യട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 നേരം അത് കൃത്യപ്പെടുത്തുന്ന ഒരവസ്ഥ നമുക്കുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ സക്കാത്ത് കൊടുത്തുകൊണ്ട് കൃത്യമായി സക്കാത്ത്, നമസ്കാരത്തിന് കൃത്യത വേണമെന്ന് എല്ലാവർക്കും അറിയാം. 2 റക്അത്തുള്ള നമസ്കാരം 1 റക്അത്ത് നമസ്കരിച്ചാൽ സ്വീകരിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ സക്കാത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു വിശ്വാസമോ ചർച്ചയോ പഠിപ്പിക്കലോ പഠനമോ ഒന്നുമില്ലാതെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു മനുഷ്യൻ സക്കാത്ത് കൊടുക്കാതെ പോയാൽ കാലാകാലം അങ്ങനെ തന്നെ പോയാൽ കുഴപ്പമില്ല എന്ന രീതിയിലാണ്. അതിന്റെ ഇടയിൽ അയാൾ വലിയ സമ്പന്നനായി മാറിയാലും അയാള് ഇത്ര സമ്പത്ത് നിനക്ക് വന്നു കഴിഞ്ഞു വിട്ടോ ഇപ്പം എന്റെ അറിവിലെന്ന് പറഞ്ഞ് ഉസ്താക്കന്മാരും ബന്ധപ്പെട്ട ആളുകളും ചെല്ലാതെ അയാൾ അങ്ങനെ പോവാണ്. വല്ലാത്തൊരു ആവേര്. പൈസ ഇല്ലാത്ത കാലത്തും അങ്ങനെ തന്നെയാ. പൈസ ഉണ്ടായി കഴിഞ്ഞാലും അയാൾ ഒരു പ്രത്യേക സംവിധാനത്തിലേക്ക് വന്ന് സക്കാത്ത് കൃത്യമായി കൊടുക്കുന്ന ഒരവസ്ഥയില്ലെങ്കിൽ അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല. കാരണം എന്താണ്? വൈലുല്ലിൽ മുശ്രിക്കീൻ. മുശ്രിക്കുകൾക്ക് അത്ര സകലനാശവും. അല്ലദീനഹും ലാ യുഅ്തൂന സക്കാത്ത്. അവർ സക്കാത്ത് നൽകാത്തവരത്രേ. വഹും ബിൽ ആഖിറതി ഹും കാഫിർ. തന്നെയാണ് പരലോകത്തെ നിഷേധികളും. അപ്പൊ നമുക്ക് ഡ്യൂട്ടി ഉണ്ടോ? നമുക്ക് ഈ സമുദായത്തിനകത്തും പുറത്തും ഒരുപാട്, അവർക്കൊക്കെ വേണമല്ലോ പ്രാർത്ഥന. മുസ്ലിങ്ങൾ മാത്രം നടത്തി രക്ഷപ്പെടാനുള്ള ഒരു കാര്യമല്ലല്ലോ പ്രാർത്ഥന എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യർക്കും എത്തിച്ചു കൊടുക്കേണ്ട, അവർക്കൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമല്ലേ. അതുകൊണ്ട് സക്കാത്തിന്റെ അവസ്ഥയിൽ നിന്ന് വിപരീതം നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് നമ്മൾ മാറേണ്ടതുണ്ട്. മാത്രമല്ല സക്കാത്തിന്റെ വിപരീതമായ പലിശയിലകപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. സമുദായത്തിനകത്തും പുറത്തും കൊള്ള പലിശ നടത്തിക്കൊണ്ട്. എന്നാൽ സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞിരിക്കുന്നത്? അതിന് സ്വന്തം ഉമ്മയെ 40 തവണ വ്യഭിചരിക്കുന്നതിന് സമമാണ്. വ്യഭിചാരം തന്നെ വിവാഹിതനാണെങ്കിൽ എറിഞ്ഞു കൊല്ലേണ്ട ശിക്ഷയുള്ളവനാണ്. അതിലൊക്കെ ന്യായങ്ങൾ വ്യക്തമായി ലോകം അംഗീകരിക്കും. പറഞ്ഞു കൊടുത്താൽ എറിഞ്ഞു കൊല്ലേണ്ടവൻ തന്നെയാണ്. അവിഹിത ഗർഭം, ഒരു കുഞ്ഞ് ആ അർത്ഥത്തിലൊക്കെ ജനിച്ച് വളർന്ന് യാതൊരു ഉത്തരവാദിത്വ ബോധവുമില്ലാതെ ഒരു മനുഷ്യനെ ഭൂമുഖത്തേക്ക് സൃഷ്ടിച്ചു വിട്ടിട്ട് ആ സൃഷ്ടിച്ചു വിടുന്നവൻ അവൻ എന്ത് കൊലപാതകം നടത്തിയാലും ഒന്നും ചെയ്യാൻ പ്രതികരിക്കാൻ സാധ്യമല്ലാത്ത ഒരു സമൂഹത്തെ വാർത്തെടുത്തിട്ട് ഈ സമൂഹത്തെ, മനുഷ്യകുലത്തെ മാത്രമല്ല പ്രപഞ്ചത്തെ മുഴുവനും, ലോകത്ത് ഘടനയെ മുഴുവനും തകർത്ത് കളയുന്ന അത്തരം അക്രമിയെ പിടിച്ചു കെട്ടേണ്ടതുണ്ട്. അവന് ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് അവന് ആ സ്ത്രീ പുരുഷ ബന്ധം നടക്കേണ്ടത്. എന്നിട്ട് ആ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ആ കുഞ്ഞിനെ അവൻ ഏറ്റെടുക്കണം. എന്നിട്ട് ആ കുഞ്ഞിന് എന്തൊക്കെ വേണോ അതിന് വളർന്ന് അതിന്റെ ലക്ഷ്യബോധത്തിലെത്തി അത് അവസാനം അല്ലാഹുവിന്റെ സ്വർഗം പ്രാപിക്കുമെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ അതിനൊരു പിതാവ് വേണം. പിതാവില്ലാതെ കുട്ടി ജനിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതീവ ഗൗരവത്തോടു കൂടി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ആ അർത്ഥത്തിൽ കൊള്ള പലിശയുടെ അകപ്പെട്ട ഒരവസ്ഥയിലാണ് ഇന്ന് സമൂഹം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾ. അപ്പൊ അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. ഈ സമൂഹത്തെ രക്ഷപ്പെടുന്ന പലിശ നിർബന്ധിത സാഹചര്യത്തിലാണ് പല ആളുകളും പലിശയിലകപ്പെട്ടിരിക്കുന്നത്. അവരെ ആ സാഹചര്യത്തിനെ വിമോചിപ്പിച്ചു കൊണ്ടുവരണം. സക്കാത്തുമായി അവരുടേക്ക് ഇറങ്ങിച്ചെല്ലണം. എന്നിട്ട് കെട്ടഴിച്ചു കൊടുക്കണം. കെട്ടഴിച്ചു കൊടുത്ത് വിമോചിപ്പിച്ചു കൊണ്ടുവരണം. എന്നിട്ട് പകരം എന്ത് കൊടുക്കണം എന്ന അർത്ഥത്തിൽ അവർക്ക് വേണ്ട ഉപജീവന മാർഗങ്ങൾ വരെ എത്തിച്ചു കൊടുക്കണം. ഇങ്ങനെയാണ് റസൂൽ ചെയ്തത്. ഇങ്ങനെയാണ് മുത്തഖീങ്ങളുടെ ലീഡർഷിപ്പിലേക്ക് പ്രവാചകൻ ഉയർന്നു വന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല, ഉയർന്ന ലീഡർഷിപ്പിലേക്ക് പ്രവാചകൻ ഉയർന്നു വന്നത്. ഇത് ഏത് രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മേഖലയിലും വാർഡാന്തരം ഒക്കെ നമ്മൾ നടപ്പാക്കേണ്ട, പള്ളി മഹല്ലും കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കുവാൻ ബാധ്യസ്ഥപ്പെട്ട വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. മാത്രമല്ല നിങ്ങളൊന്നും അറിയണം, വിശുദ്ധ
വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തോടുകൂടി പറഞ്ഞ ഒരു വിഭാഗം ആളുകളാണ് ഇന്ന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കെട്ടുകളിൽ ഊതപ്പെടുന്നവരുടെ ഷർറിൽ നിന്ന്, കെട്ടുകൾ അതായത് കെട്ടുകൾ ഊതുന്നവരുടെ ഉപദ്രവത്തിൽ നിന്ന്. ക്രൈസ്തവ സമൂഹത്തിലുണ്ട് അങ്ങനെ കെട്ടുകൾ, ഹൈന്ദവ സമൂഹത്തിലുണ്ട്, മുസ്ലിം സമുദായത്തിനകത്തുമുണ്ട്. കെട്ടുകളിൽ ഊത, കെട്ടിയിട്ടിട്ട് ഊത, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഏലസും മൈക്കലിലും ഒക്കെ ആയിട്ട് കെട്ടിയിട്ട് അതിങ്ങനെ കഴുത്തിൽ കെട്ടി നടക്കുന്ന, അതിലൂതി നടക്കുന്ന ആളുകളുടെ ഷെറിൽ നിന്ന് കാത്തുരക്ഷിക്കണേ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നമ്മൾ എവിടെയാ നിൽക്കേണ്ടത്? ഖുർആനോടൊപ്പമാണോ നിൽക്കേണ്ടത്? അതോ അല്ല ഇത്തരം പൗരോഹിത്യത്തിന്റെ രീതിയാ? അതുകൊണ്ട് മാത്രമല്ല, നോക്കും നിങ്ങൾ, പ്രാർത്ഥനയിൽ നിന്ന് തടയുന്ന, സ്വീകാര്യമായ പ്രാർത്ഥനയിൽ നിന്ന് മനുഷ്യനെ വ്യതിചലിച്ചു പോകുന്ന ഒരുപാട് കാര്യങ്ങളിൽ പെട്ടെന്ന് മാത്രമല്ല, കൂട്ടുപ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയിൽ നിന്ന് തടയുന്ന ഒരവസ്ഥയുണ്ട്. കൂട്ടുപ്രാർത്ഥന എല്ലാ കൂട്ടുപ്രാർത്ഥനയും കുറിച്ചല്ല ഈ പറയുന്നത്. എല്ലാ കൂട്ടുപ്രാർത്ഥനയും അള്ളാഹുവിൽ ഏറ്റവും സ്വീകാര്യമായ പ്രാർത്ഥനകൾ തന്നെയാണ് കൂട്ടുപ്രാർത്ഥന. പക്ഷേ ഫർദ് നമസ്കാരത്തിന് ശേഷമുള്ള പല പള്ളികളിലും പറഞ്ഞാലും അത് ചെയ്യാതിരുന്നാൽ ശരിയാവില്ല എന്നാണ് വിചാരിക്കുന്നത്. അതിന് അങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ള ഒരവസ്ഥ സമൂഹത്തിൽ വന്നു ചേർന്നിരിക്കുകയാണ്. അങ്ങനെ എന്താണ്? എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? തീരെ പ്രാർത്ഥിക്കാതെ പോകുന്ന ആളുകളുണ്ട്. അതും ശരിയാണ്, അതൊരു വേറൊരു വശമാണ്. കൂട്ടുപ്രാർത്ഥന ഇല്ലാന്ന് കരുതി ഒരു പ്രാർത്ഥനയും നടത്താതെ ഇറങ്ങി പോകുന്ന ആ രീതിയുമുണ്ട്. അതിൻ്റെ ഇടയിൽ മധ്യമ നിലപാടുണ്ട്. എന്താണ് മധ്യമ നിലപാട്? നമുക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടും. നമസ്കാരത്തിന് ശേഷം ഏറ്റവും സ്വീകാര്യമായ സമയമാണ് പ്രാർത്ഥന, ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന സമയമാണ് നമസ്കാരത്തിന് ശേഷം. അത് അവനവന്റെ കാര്യങ്ങൾ 5 നേരം അല്ലാഹുവിനോട് ആവർത്തിച്ച് പറയാനുള്ള, ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ അള്ളാഹുവിന് മുമ്പിൽ കൈനീട്ടി കരയുവാനുള്ള, സുജൂദുകൾക്ക് ശേഷം അള്ളാഹുവിനെ നേരെ കൈനീട്ടി പ്രാർത്ഥിക്കുവാനുള്ള അവസരമാണ്. അത് ഉസ്താദിന് തിരിഞ്ഞോളന്നില്ല. ഉസ്താദ് അങ്ങട്ട് വല്ലാത്തൊരു ഹാലിൽ ഏൽപ്പിക്കപ്പെട്ട പ്രാർത്ഥന, മൂപ്പരെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളെ പ്രാർത്ഥിച്ച് അതങ്ങോട്ട് അവസാനിപ്പിക്കാൻ പാടില്ല. നേരെ മറിച്ച് എന്താണ്? അള്ളാഹുവിനോട് കരയണം, പ്രാർത്ഥിക്കണം. ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥന ഏതാണെന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞത് ഫർദ് നമസ്കാരത്തിന് ശേഷമുള്ളതാണ്. തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷമുള്ളത് പോലും അതിനുശേഷമാണ്. ഫർദ് നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന. അതുകൊണ്ട് അള്ളാഹുവിനോട് കൈനീട്ടി പല സന്ദർഭത്തിലായിരിക്കും മനുഷ്യന്മാരുണ്ടാവുക. ഭാര്യ പ്രസവത്തോട് അടുത്തിരിക്കുന്നു, പക്ഷേ വളരെ പ്രയാസത്തിലാണ്, ആശുപത്രിയിൽ അഡ്മിറ്റാണ്. അതൊന്ന് പ്രസവിച്ച് കിട്ടാൻ, അല്ലെങ്കിൽ അപകടകരമായ അവസ്ഥ തരണം ചെയ്യാനൊക്കെ നിൽക്കുന്ന അവസ്ഥയിൽ വരെ നിൽക്കുന്ന ആളുകൾ പള്ളിയിലുണ്ടാവും. അവർക്ക് അതെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ച് നേടാനുള്ള അവസരം അത് ഉപയോഗപ്പെടുത്തണം. മാത്രമല്ല, നമുക്കറിയാം, കൂട്ടുപ്രാർത്ഥന ഉച്ചത്തിലൊക്കെയാണ് എങ്കിൽ വളരെ സ്വകാര്യമായി, വളരെ മാന്യമായ രീതിയിൽ നടത്തുന്ന പള്ളികളുണ്ട് കേട്ടോ. വളരെ മാന്യമായ രീതി, അതിനൊന്നും നിഷേധിച്ചുകൊണ്ടല്ല പറയാം. അത് മൈക്കിലൊക്കെ ഇട്ടിട്ട് ഒരൊറ്റ അങ്ങോട്ട് പ്രാർത്ഥിക്കല്ലേ. പ്രാർത്ഥിക്കുമെന്നാണ് എന്തൊക്കെ പറഞ്ഞാലും പിന്തി വന്ന ആളുകൾ ഉണ്ടാവും. ഏതൊരു പള്ളിയിലും നമസ്കാരത്തിൽ പിന്തി വന്ന ആളുകൾ ഉണ്ടാവും. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം കൃത്യമായി എത്തിയ ആളുകൾ ഉണ്ടാവും 1-ാം സഫിൽ. അതിനുശേഷം വന്നവർ അടുത്ത സഫില, അവസാനം വന്നവരെന്താണ് റക്കായത്ത് പോലും പിന്തി വന്നിട്ടുണ്ടാവും. അവരെഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ ഖുർആൻ പോലും ഓതാൻ പാടില്ല എന്നതൊരു സത്യമാണ്. നമസ്കരിക്കുന്നവന്റെ മുമ്പിൽ സാക്ഷാൽ ഖുർആൻ പോലും ഓതാൻ പാടില്ല എന്ന് പറയുന്നൊരു സത്യമുണ്ട്. ആ സത്യത്തെ നിരാകരിച്ചുകൊണ്ടാണ് മൈക്കിലൊക്കെ ഒച്ചയിട്ടിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. എത്ര ആളുകളുടെ നമസ്കാരമാണ് ശ്രദ്ധ തെറ്റിപ്പോകുന്നത്. അതിന്റെ ഉത്തരം ആര് പറയും? അതുകൊണ്ടാണ് റസൂൽ സാഹിബ്, എനിക്കറിയാം, ചെറുപ്പത്തിൽ ഞാനൊരു വാദപ്രതിവാദത്തിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടി. കൊട്ടപ്പുറം വാദപ്രതിവാദം. എന്നിട്ട് മുജാഹിദ് വിഭാഗവും സുന്നി വിഭാഗവും തമ്മിലുള്ള വാദപ്രതിവാദമാണ്. എന്നിട്ട് അന്ന് സലഫി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ 10,000 നോട്ട് എന്നൊക്കെ പറഞ്ഞാൽ 10-30 കൊല്ലം മുമ്പൊക്കെ വലിയ സംഖ്യ, 30-35 കൊല്ലങ്ങൾക്ക് മുമ്പ് വലിയ സംഖ്യ, 10,000 നോട്ട് മേശപ്പുറത്ത് വെച്ചിട്ട് അവര് വെല്ലുവിളിച്ചു. നമസ്കാരത്തിന് ശേഷം, ഫർദ് നമസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തിയ ഏതെങ്കിലും ഒരു ഹദീസിന്റെ ലഈഫായതെങ്കിലും കൊണ്ടുവരാൻ വെല്ലുവിളിക്കുകയുണ്ടായി. ഫർദ് നമസ്കാരത്തിന് ശേഷം അടിവര ഇട്ടുകൊണ്ട്. പക്ഷെ അന്നത് കിട്ടിയിട്ടില്ല, കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നതാണ്. ഞാൻ അത് നേർക്കുനേരെ സാക്ഷിയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അങ്ങനെ വെല്ലുവിളിക്കണമെങ്കിൽ, കാരണം എന്താണ്? പ്രാർത്ഥനയുടെ ഗൗരവമാണ് അതിന്. പ്രവാചകൻ ഒഴിഞ്ഞുകൊടുത്തു. നിങ്ങൾ ഇനി പറഞ്ഞോ, എന്റെ നേതൃത്വം കഴിഞ്ഞു, നിങ്ങളുടെ നമസ്കാരത്തിന്റെ നേതൃത്വം കഴിഞ്ഞു, ഇനി നിങ്ങൾ അല്ലാഹുവായിട്ട് കണക്ട് ചെയ്യ വേഗം, എന്നിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിക്ക്, കരയെ. ഇതിനു വേണ്ടി പ്രവാചകനെ ഒഴിഞ്ഞു മാറിയാതല്ലാത്ത ഒരു സംഭവമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? ഈ അധികാര രാഷ്ട്രീയ മേഖല, സാമൂഹിക മേഖലയിലൊക്കെ സംഭവിച്ച വ്യതിയാനങ്ങൾ നമസ്കാരത്തിന്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടെ വന്നു പോയിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഉത്തരവാദികൾ ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ജാഹിലിയത്തിലേക്ക് വിളിക്കുന്ന പണ്ഡിതന്മാരെ നമ്മൾ ശ്രദ്ധിക്കണം. ജാഹിലിയത്ത്,
ഫഹുവ മിൻ ജുസാ ജഹന്നം. അള്ളാഹുവിന്റെ ദീനല്ലാത്തതിലേക്ക് ആരെങ്കിലും ജനങ്ങളെ ആഹ്വാനം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ താവളം നരകമാവും. ഫഹുവ മിൻ ജുസാ ജഹന്നം, അവന്റെ താവളം നരകമാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അവൻ നമസ്കരിക്കുകയും നോമ്പെടുക്കുകയും ഞാൻ സത്യവിശ്വാസികളിൽ പെട്ടവനാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞാൽ പോലും അവൻ എന്താണ്? അതാണ് അവൻ അവനിങ്ങനെ ആവർത്തിച്ച് പറയാണ്, ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ അംഗീകരിച്ചു. വരം വിളിക്കുന്നത് എവിടേക്കാണ്? ഇത്തരം രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മേഖലയിലേക്കാണ് എങ്കിൽ ഇതൊക്കെ റസൂലിന്റെ വചനമല്ലേ? ഇതിലേതോ ഒന്നല്ലേ ശരിയാവുള്ളൂ. ഒന്നുകിൽ ഈ ജനത മുഴുവനും കൊണ്ടു നടക്കുന്ന കാര്യം, അല്ലെങ്കിൽ അള്ളാഹിന്റെ റസൂല് പറഞ്ഞ കാര്യം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതേ ശരിയാവുള്ളൂ. ആ ശരിയുടെ കൂടെ നിൽക്കാൻ ഈ ആയുസ് തന്നെ നമുക്കുള്ളൂ. നമുക്ക് വേറൊരു ആയുസിനി റസൂലിന്റെ വാക്കിന്റെ കൂടെ നിൽക്കാനില്ല. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. അധികാരം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് റസൂൽ. അധികാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആനാ പഠിപ്പിച്ചത്. വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ, നിന്നിൽ നിന്നുള്ള അധികാരത്താൽ നീ എന്നെ സഹായിക്കണമേ. അധികാരം ചോദിച്ചു വാങ്ങാണ്. വിശുദ്ധ ഖുർആൻ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ രാജ്യത്തിന് സമറാത്തുകൾ ചോദിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ രാജ്യത്തിന് തന്നെ നീ എന്ത് ചെയ്യണം? ഏറ്റവും വലിയ അള്ളാഹുവിൽ നിന്നുള്ള വിഭവങ്ങളാൽ ഞങ്ങളുടെ നാടിനെ നീ അനുഗ്രഹിക്കണേ. നമ്മൾ കഅബയിലും മക്കയിലും ഒക്കെ പോയി 5 നേരം അതേപോലെ നമസ്കാരത്തിന് ശേഷമൊക്കെ ചോദിച്ച് വാങ്ങി ഹലാലായ വിഭവങ്ങൾ നാടിന് ജാതി മതഭേദമന്യേ എത്തിച്ചു കൊടുക്കുവാൻ, ചോദിച്ചു വാങ്ങാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. അതുകൊണ്ട് അതൊക്കെ നടക്കണമെങ്കിൽ നമ്മളിലുള്ള വീഴ്ചകൾ പരിഹരിക്കുകയും കുടുംബസമേതം ഏറ്റവും നല്ല ഒരു പാത്തിലേക്ക്, ആ വഴിയിലേക്ക് നമ്മൾ കടന്നു വരികയും ചെയ്യുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരം സംഘം വരുമ്പോ ആ നേതൃത്വത്തിന്റെ പിന്നാലെ കൂടിയാൽ വിജയിക്കുമെന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പൊക്കെ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യാഥാർത്ഥ്യം അതാണ്. അതുകൊണ്ട് ആ യാഥാർത്ഥ്യത്തിന്റെ മുഖത്ത് അനുഗ്രഹീതമാംവിധം പൂർണ്ണമായി അതിന്റെ പിന്തുണക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു തആല എല്ലാ അർത്ഥത്തിലും വജഅൽനാലിൽ മുത്തഖീന ഇമാമ, തഖ്വബോധമുള്ള എല്ലാ ജാതി മതഭേദമന്യേ ആളുകളെ, തഖ്വബോധമുള്ളവരെ ഒരുമിച്ച് കൂട്ടി അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെ നേതൃത്വം കൊടുത്തുവോ അതുപോലെ നേതൃത്വം കൊടുക്കുന്ന, ലക്ഷ്യബോധത്തോടു കൂടി പ്രാർത്ഥിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും.